ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ഫെബ്രുവരി മാസം നമ്മുടെ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിക്ക് സമീപകാലത്ത് ഏറ്റവും മികച്ചൊരു മാസമായി മാറുന്നു എന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത്. ഒരു സമയത്തെല്ലാം തന്നെ പരീക്ഷാ മാസമായിട്ടും അതോടൊപ്പം തന്നെ കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്താത്ത ഒരു മാസക്കാലമായിട്ടായിരുന്നു ഫെബ്രുവരി മാസത്തിന് നമ്മുടെ മലയാളി സിനിമാ പ്രേമികൾ കേരള ബോക്സ് ഓഫീസ് എല്ലാം തന്നെ കണക്കാക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ അയ്യപ്പനും കോശിയും, കുമ്പളങ്ങി നൈറ്റ്സും, ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം രോമാഞ്ചവും, ഇപ്പോഴത്തെ ഈ വർഷം ഭ്രമയുഗം, പ്രേമലു എന്നീ സിനിമകളെല്ലാം തന്നെ റിലീസ് ചെയ്ത് വമ്പൻ കോടികൾ വാരിക്കൂട്ടുന്ന അതേ മാസം, അതായത് ഫെബ്രുവരി മാസം തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ മലയാളത്തിലെ ഒരു ഭാഗ്യമാസങ്ങളിൽ ഒന്നായിട്ട് മാറുന്നു എന്നാണ് കണക്കാക്കുന്നത്. അത് വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പാക്കുന്നു എന്നാണ് ഇന്നേ ദിവസം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഭ്രമയുഗം അതോടൊപ്പം തന്നെ പ്രേമലു എന്നീ സിനിമകൾക്ക് ശേഷം ആ ഒരു തരംഗത്തിന് ശേഷം അടുത്തൊരു തരംഗത്തിനായിട്ട് അടുത്തൊരു സിനിമ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ മോളിവുഡിലെ ഏറ്റവും പുതിയ സർവൈവൽ ത്രില്ലർ, വമ്പൻ ഹൈപ്പ് നേടിയെടുത്ത മലയാളം സിനിമ കൂടിയ മഞ്ഞുമൽ ബോയ്സ്. ജാനിമൻ സിനിമയുടെ സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഒരു യൂത്ത് ഓറിയന്റഡ് സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സൗബിൻ, ഒപ്പം തന്നെ ശ്രീനാഥ് ബാസി തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്ന മഞ്ഞുമൽ ബോയ്സ് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സിനിമയുടെ കേരളത്തിലെ ആദ്യ ഓൺലൈൻ ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിയോടെ ആരംഭിക്കപ്പെട്ടിരുന്നു. ഒരു സൂപ്പർ സ്റ്റാർ സിനിമ അല്ലാതിരുന്നിട്ട് പോലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചൂടപ്പം പോലെ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ ഓൺലൈൻ ബുക്കിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഒരു മണിക്കൂറിൽ 8,000-ൽ പരം ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റഴിക്കപ്പെടുന്ന സമയം ഇന്ന് ഒരു മണിക്കൂറിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കഴിഞ്ഞ മണിക്കൂറിൽ പോലും 5,000-ലധികം ടിക്കറ്റുകളാണ് സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നല്ലൊരു ഹൈപ്പ് സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി നാളെ സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയെടുക്കുന്നതെങ്കിൽ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനും പ്രേമലു എന്ന സിനിമയുടെ പോലെ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. മഞ്ഞുമൽ ബോയ്സിന്റെ വരവോടെ പ്രേമലു യുഗം, അതല്ലെങ്കിൽ ഭ്രമയുഗം, പ്രേമലു എന്നീ സിനിമകളുടെ സ്ക്രീൻ കൗണ്ട് കുറയുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഒരു 3-4 ദിവസങ്ങൾക്ക് മുന്നേ അങ്ങനെ സ്ക്രീൻ കൗണ്ട് ഒന്നും തന്നെ കുറയില്ല. തുണ്ട്, ഒപ്പം തന്നെ അനേഷിപ്പിൻ, കണ്ടെത്തും എന്നീ സിനിമകളുടെ സ്ക്രീൻ ആയിരിക്കും ഈ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സിന് പോകുക എന്നായിരുന്നു നമുക്ക് ലഭ്യമായ വിവരം. എന്നാൽ ഇപ്പോഴത്തെ ആ സിനിമകളുടെ മാത്രമല്ല ഭ്രമയുഗത്തിന്റെയും പ്രേമലു എന്ന സിനിമകളുടെയും സ്ക്രീനുകൾ മഞ്ഞുമൽ ബോയ്സിന് പോകുന്നുണ്ട് എന്നാണ് ബുക്ക് മൈ ഷോ സ്റ്റാറ്റസിൽ നിന്ന് വ്യക്തമാകുന്നത്. ചില തിയേറ്ററുകളിൽ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഭ്രമയുഗം, പ്രേമലു എന്നീ സിനിമകൾ ഓടുന്ന സ്ക്രീനിൽ നാളെ അതേ സ്ക്രീനിൽ ഈ പറഞ്ഞ 2 സിനിമകളും ഇല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അത് ബുക്ക് മൈ ഷോയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ കൗണ്ട് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വലിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നാളെ മാത്രമേ അറിയാനായിട്ട് കഴിയുകയുള്ളൂ. ആ ഒരു ഡാറ്റ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. 3 സിനിമകളുടെയും അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.